ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നിശാഗന്ധിയുടെ ഇല വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ നിശാഗന്ധിയുടെ ഇല ഒരെണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് നനഞ്ഞിട്ടുണ്ടായി, മഴയൊക്കെ അല്ലേ. അപ്പോൾ അത് ഒരെണ്ണം അയൺ ബോക്സ് വെച്ചൊന്ന് തേച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുമ്പോൾ നമുക്ക് പേന ഉപയോഗിച്ചിട്ടാണ് ഞാൻ വരയ്ക്കണത്. നമുക്ക് മയിൽപ്പീലി ഒന്ന് വരച്ച് നോക്കാം. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നന്നായി വരയ്ക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ നേരിട്ട് പെയിൻറ് ഉപയോഗിച്ച് തന്നെ വരയ്ക്കാം. ഞാൻ എളുപ്പത്തിനൊന്ന് വരച്ച് കൊടുത്തിട്ട് പെയിൻറ് ചെയ്യാൻ വിചാരിച്ചു. അത് ഇതുപോലെയാണ് വരച്ചെടുക്കുന്നത്. പേന കൊണ്ട് വരച്ചത് അത്ര അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒരു സ്കച്ച് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ വരച്ചെടുക്കുന്നത്. നന്നായി കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ മയിൽപ്പീലി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മെറ്റാലിക് ഗ്രീൻ കളർ വെച്ചിട്ടാണ് ആദ്യം ഞാൻ പെയിൻറ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്ട് ഇട്ടിട്ടുണ്ടായി നിശാഗന്ധിയുടെ ഇല വെച്ചിട്ട് തന്നെ. ഇതുപോലെ ഒരു പെയിൻറ്റിങ് തന്നെയാണ്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. മെറ്റാലിക് ഗ്രീൻ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മയിൽപ്പീലിയുടെ ആ കണ്ണൊക്കെ ഉള്ള ഭാഗമില്ലേ, അപ്പോൾ അവിടെ നമുക്ക് ഒരു ബ്ലൂ കളർ പെയിൻ്റാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ ബ്ലൂ കളർ കൊണ്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു ഡാർക്ക് ബ്ലൂ കളറും കൂടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ മയിൽപ്പീലിയുടെ ആ ഒരു ഷേപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഏകദേശം അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഒരു മെറ്റാലിക് യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ പുറത്തുള്ള ആ ഒരു റൗണ്ട് ഷേപ്പ് ഈ മെറ്റാലിക് യെല്ലോ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കോപ്പർ കളർ കൊണ്ട് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അതേ മെറ്റാലിക് കളർ കൊണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി പെയിൻറ് ചെയ്യാത്ത ഭാഗങ്ങളിലെല്ലായിടത്തും ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ ഈ ഇല മുഴുവനായിട്ട് പെയിൻറ് ചെയ്യണില്ല. കുറച്ച് ബ്ലാക്ക് മുകളിലേക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഇല ഷേപ്പ് വരുന്ന രീതിയിൽ ഞാൻ മുകൾ ഭാഗം കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പം മുകൾ ഭാഗം കുറച്ച് വീതി കുറഞ്ഞ കാരണമാണ് ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഇലയുടെ വീതി കുറഞ്ഞ ഭാഗത്താണ് നമ്മൾ മയിൽപ്പീലിയുടെ ആ കണ്ണൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീതിയുള്ള ഭാഗത്ത് അത്രയും വരച്ചിട്ട് ഞാൻ നിർത്തിയത്. ഇനി നമുക്ക് ഈ മെറ്റാലിക് കളറൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം. കുറച്ചും കൂടെ അധികം ആ ഒരു പീലി ഇങ്ങനെ നിൽക്കണ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയിലൊക്കെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. കോപ്പർ കളറും അതുപോലെ തന്നെ ഇടയിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പീലിയുടെ നടുക്ക് ഭാഗത്ത് ആദ്യം ഞാൻ ബ്ലാക്ക് കൊണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കോപ്പർ കളറും കൂടെ ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതുപോലെ ഉണങ്ങിയ ഇലകളിലൊക്കെ നമ്മൾ ഇതുപോലെ ഡിസൈനുകളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചുമരുമൊക്കെ വയ്ക്കാം. ഇതുപോലെ ഇലയിൽ ചെയ്യുന്ന ക്രാഫ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.